ഹായ് ഗൈസ്, എല്ലാവർക്കും കോഡിംഗ് ആശാൻ്റെ പുതിയൊരു വീഡിയോയിട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഈ ഒരു വീക്കിൽ ധാരാളം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഈ ഒരു വീക്കിൽ ലാസ്റ്റത്തെ വീഡിയോ ആയിരിക്കും ഇത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബ്രോ ടൈപ്പിൽ ഞാൻ 1 മന്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സക്സസ്ഫുള്ളി 1 മന്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാസം എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിച്ചത് അതിനെക്കുറിച്ചാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു 1 മന്തിൻ്റെ വീഡിയോ മാത്രം ആക്കേണ്ട, ഒരു ചെടിയ വീഡിയോ മാത്രം ആക്കേണ്ടെന്ന് വിചാരിച്ച് ഈ വീഡിയോ ഞാൻ കുറച്ച് വലുതാക്കിയിട്ട് ഒരു 4 പാർട്ട് വീഡിയോ ആക്കിയിട്ടുണ്ട്. ഒന്ന് 1 മന്ത്, ഈ 1 മന്തിനെ കുറിച്ചുള്ളൊരു വീഡിയോ. 2 ഫുമിഗേഷനെ കുറിച്ച്. ഫുമിഗേഷനെ എല്ലാവർക്കും ഇപ്പോഴും പേടിയുണ്ട്, ഓഫ് കോഴ്സ് പേടിയുണ്ടാവും. അപ്പോൾ അത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ആൾക്കാർ എനിക്ക് വീണ്ടും മെസ്സേജ് അയച്ച് വരുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഡൗട്ട് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ഫുമിഗേഷനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഫുമിഗേഷനെ കുറിച്ച് ഒരു പാർട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത പാർട്ടാണ് എക്സ്പെൻസസ്. ഈ ഒരു 1 മന്ത് അല്ലെങ്കിൽ ഫീസിനെ കുറിച്ച് അല്ലെങ്കിൽ എക്സ്പെൻസിനെ കുറിച്ച് ധാരാളം പേര് കമൻ്റായിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഈ ഫീസൊക്കെ എങ്ങനെ വരുന്നതെന്നൊക്കെ. അപ്പോൾ അതിനെക്കുറിച്ചും, അത് മാത്രമല്ല ഈ ഒരു 1 മന്ത് എനിക്കുണ്ടായ ഒരു എക്സ്പെൻസസ് അതിനെക്കുറിച്ചൊക്കെ കവർ ചെയ്യുന്നൊരു വീഡിയോ, ഒരു പാർട്ട്, അതും ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, അത് ലാസ്റ്റ് ഓഫ് ഓൾ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, അതായത് എനിക്ക് എന്തെല്ലാം ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഈ ഒരു 1 മന്ത് കൊണ്ട് ഉണ്ടായത്, ഈ ഒരു പ്രോട്ടോടൈപ്പിൽ 1 മന്ത് കൊണ്ട് എനിക്കുണ്ടായ ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ, അതൊക്കെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ആ ഒരു സ്പെസിഫൈഡ് പാർട്ടോട് മാത്രമാണ് നിങ്ങൾക്ക് പോകേണ്ടതെന്നുണ്ടെങ്കിൽ, ആ ഒരു സ്പെസിഫൈഡ് വീഡിയോ പാർട്ട് മാത്രം നിങ്ങൾക്ക് കാണേണ്ടതെന്നുണ്ടെങ്കിൽ, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു ടൈം പീരീഡ് കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ ടൈമിലാണ് ഈ ഏതൊക്കെ പാർട്ട് വരുന്നത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ പോയി നോക്കിയിട്ട് അവിടെ പോയിട്ട് കണ്ടാൽ മതി. അപ്പോൾ നമ്മൾ ഒട്ടും വൈപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിട്ട് കിടക്കാം. സോ 1 മന്ത്, ഈ ഒരു മാസം എന്തെല്ലാം കാര്യങ്ങളാണ് പ്രോട്ടോടൈപ്പിൽ നടന്നത്. ഞാൻ നവംബർ 6 പ്രോട്ടോടൈപ്പിൽ അഡ്മിഷൻ എടുത്തുള്ളത്. അപ്പോൾ ഒരു മന്ത് ഇപ്പോൾ ഓൾറെഡി പാസ്ഡ് ആയിക്കാണ്. ഇപ്പോൾ ഈ ഒരു മന്തിൽ ഞാൻ പ്രോട്ടോടൈപ്പിൽ 3 വീക്കാണ് ഫിനിഷ് ആക്കിയത്. ആക്ച്വലി ഒരു മന്ത് എന്ന് പറഞ്ഞാൽ 4 വീക്കാണ്. പക്ഷേ നിങ്ങൾക്ക് വീക്ക് 3ൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കാം, ഞാൻ വീക്ക് 3 ഒരു വീക്ക് ബാക്ക് എടുത്തിട്ടുണ്ട്, അതായത് വീക്ക് ബാക്ക് അടിച്ചിട്ടുണ്ട്, വീക്ക് റിപ്പീറ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ അടിച്ചു എന്നുള്ളതൊക്കെ, അതായത് വീക്ക് റിപ്പീറ്റ് എങ്ങനെ ആയി, എങ്ങനെ വീക്ക് റിപ്പീറ്റ് ആയി എന്നുള്ളതിനെക്കുറിച്ചുള്ള വീഡിയോ വീക്ക് 3 കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെങ്കിൽ വീക്ക് 3ൻ്റെ വീഡിയോസ് ഒന്ന് പോയി കാണുക. ഓക്കെ, അപ്പോൾ ആ ഒരു വീക്കും റിപ്പീറ്റ് ആയ ഒരു വീക്കും കൂടി കൂട്ടി ഒരു മന്ത് കവറായിട്ടുണ്ട്. അപ്പോൾ ആ ഫസ്റ്റ് വീക്കിനെ കുറിച്ചും സെക്കൻഡ് വീക്കിനെ, തേർഡ് വീക്കിനെ കുറിച്ചൊന്നും നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. പ്രോട്ടോടൈപ്പിൽ എന്താണ്, എന്തൊക്കെ സംഭവിച്ചെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം പ്രോട്ടോടൈപ്പിലെ ടൈമിങ്ങിനെ കുറിച്ച് പറയാനാണ് വെച്ചെങ്കിൽ, രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണ് നമുക്ക് അലോക്കേറ്റ് ചെയ്തുള്ള ടൈം പീരീഡ് എന്ന് പറയുന്നത്. ആ ഒരു ടൈം പീരീഡ് എന്തായാലും നിങ്ങൾ പ്രസൻറ്റ് ആവണം, അതാണ് അവിടുത്തെ ഒരു ടൈം പീരീഡ്. പിന്നെ 10 മണി വരെ, രാത്രി 10 മണി വരെ ഹബ്ബ് ഓപ്പൺ ആവും. അപ്പോൾ ഞാൻ ഏതായാലും ഹോസ്റ്റലാണ് നിൽക്കൽ. അപ്പോൾ ഞാൻ 10 മണി വരെ അവിടെ ഇരിക്കാറുണ്ട്, വേറെ ഇതൊന്നുമില്ല. പിന്നെ AC ഉണ്ടാവും, വൈഫൈ ഉണ്ടാവും, ഓഫ് കോഴ്സ് നമ്മൾ അവിടെ ഇരുന്ന് പോകും. അപ്പോൾ ഹോസ്റ്റലിൽ പോയിട്ട് വേറെ പണിയൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ ഹബ്ബിൽ എന്തായിരിക്കും പഠിക്കാമല്ലോ, അത് അത്രയും നേരം പഠിക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഹബ്ബിലിരിക്കും. പിന്നെ ഇപ്പോൾ ഈ ധാരാളം ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്, അതൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് സെക്ഷനിൽ പറയാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ നമ്മൾ ഓരോ പരിപാടികൾ കണ്ടക്ട് ചെയ്യാറുണ്ട്, അതായത് ഇടയ്ക്കിടയ്ക്ക് ശനിയാഴ്ച പബ്ലിക് സ്പീക്കിംഗ് ഉണ്ടാകും. അതുപോലെ ഓരോരുത്തർക്ക് പ്ലേസ്മെൻറ്റ് കിട്ടുന്നതിന് അതിൻ്റെ സെലിബ്രേഷൻസ്, അതിൻ്റെ കാര്യങ്ങളുണ്ടാവും. പിന്നെ മറ്റു പരിപാടികളൊക്കെ പ്രോട്ടോടൈപ്പിൽ നടക്കാറുണ്ട്. ഞാൻ ഹബ്ബിൻ്റെ ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ അത് സൂൺ വരുന്നതാണ്. ഹബ്ബിൽ എന്തൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. വെറും ഈ ഒരു റൂമിലിരുന്ന് മാത്രമേ ഇപ്പോൾ വീഡിയോസ് ചെയ്യുന്നുള്ളൂ. ഹബ്ബിനെ കുറിച്ചുള്ളൊരു വീഡിയോ നമ്മൾ ഓഫ് കോഴ്സ് ചെയ്യുന്നതാണ്. പിന്നെ ലീവിൻ്റെ കാര്യം പറയാനാണെന്ന് വെച്ചാൽ, ഒരു മാസം നമുക്ക് 2 ലീവാണ് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതിലാറ് ലീവ് എടുക്കുകയെന്ന് വെച്ചാൽ, കാരണം നല്ല രീതിക്കുള്ള കാരണമായി മാത്രമേ അതിലാറ് ലീവ് എടുക്കാൻ പാടുള്ളൂ. ഈ 2 ലീവ് തന്നെ നിർബന്ധമില്ല എടുക്കണമെന്ന്. അത്തിരി അത്യാവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾ ആ 2 ലീവ് എടുക്കുക. പരമാവധി ലീവ് എടുക്കാതെ തന്നെ നിങ്ങൾ കൊണ്ടുപോകുക. പിന്നെ ഈ പ്രോട്ടോടൈപ്പിൽ ഈ ഒരു മാസത്തിൽ ഓരോ മന്ത്ലി ബെസ്റ്റ് പെർഫോമറെ കണ്ടുപിടിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നടന്നു പോകാറുണ്ട്. ഈ ഒരു മന്തിൽ അതൊക്കെ നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ 1 മന്തിനെ കുറിച്ച് അത്യാവശ്യം പറയാമെന്നില്ല. പിന്നെ ഓരോരുത്തർക്കും ഓരോ സ്പേസ് ആയിരിക്കും അലോക്കേറ്റ് ചെയ്തേക്കുക, ഓരോ സീറ്റ്. പിന്നെ ഹബ്ബിൻ്റെ റെൻറ്റ്, ഫീസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫീസ് സ്ട്രക്ചറിൻ്റെ ഒരു പാർട്ടിൽ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഈ ഒരു 1 മന്തിൽ നടന്ന കാര്യങ്ങളൊക്കെ. വീക്ക് 1, 2, 3 ഓഫ് കോഴ്സ് നമ്മൾ ടൈമില്ല പഠിക്കുക. ഈ ഒരു വീക്സിനെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീക്സ് തന്നെയാണ് ഒരു മന്ത് എന്ന് പറയുന്നത്. സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു ബാക്കി കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ കണ്ടിന്യൂ ചെയ്ത് പറയാം. രണ്ടാമത്തെ പാർട്ടായിട്ട് നമ്മൾ ചെയ്യുന്നത് ഫുമിഗേഷനാണ്. അപ്പോൾ ഫുമിഗേഷൻ്റെ കുറിച്ച് ഇപ്പോൾ ആൾക്കാർക്ക് ഒരു പേടിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഞാൻ ഫുമിഗേഷനെ കുറിച്ച് 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ 2 വീഡിയോസ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് കാണണം. ഫുമിഗേഷൻ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫുമിഗേഷൻ നിങ്ങൾക്ക് 14 ദിവസത്തെ പീരീഡ് കിട്ടും. നിങ്ങൾ ഫസ്റ്റ് 15,000 അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഫുമിഗേഷൻ അറ്റൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഫസ്റ്റത്തെ ഫുമിഗേഷൻ തന്നെ പരമാവധി പാസ് ചെയ്യാൻ നോക്കുക. അതായത് എങ്ങനെ ഫുമിഗേഷൻ പാസ്സാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ 100K കോഡിംഗ് ചലഞ്ച് മസ്റ്റ് ആയിട്ട് കാണുക. അതിന് ബേസ് ചെയ്തിട്ടാണ് ഫുമിഗേഷൻ വരുന്നത്. പക്ഷേ അത് കണ്ടിട്ട് മാത്രം കാര്യമില്ല. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ ഞാൻ അറേനെ കുറിച്ചും പാറ്റേണിനെ കുറിച്ചും ഊപ്സിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഫുമിഗേഷനെ കുറിച്ചൊരു ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചെയ്യണമെന്നാണെങ്കിൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്കറിയുന്നത് പോലെ ഒരു ഫുമിഗേഷൻ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഫുമിഗേഷന് പേടിയൊന്നും കൂടാതെ അറ്റൻഡ് ചെയ്യുക. ഫുമിഗേഷൻ്റെ ഡ്രൈവ്, അതായത് ഫുമിഗേഷൻ ഞാൻ യൂസ് ചെയ്തത്, ഞാൻ ഉണ്ടാക്കിയതായിട്ടുള്ള കുറച്ച് PDF-കളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെയാണ് ഈ ഒരു വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ഫുമിഗേഷൻ ഈസിയായി പാസ്സാവാൻ സാധിക്കുന്നതാണ്. പിന്നെ ഫുമിഗേഷനിൽ കമ്മ്യൂണിക്കേഷനൊക്കെ വരുന്ന കുറേ പേര് കമ്മ്യൂണിക്കേഷനിൽ എന്തൊക്കെയായിരിക്കും, ഇംഗ്ലീഷൊക്കെ പേടിയുള്ളവരൊക്കെ ഉണ്ട്. സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യുക, നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട. പിന്നെ ഇംഗ്ലീഷ് ഇവിടെ നിന്ന് നല്ല ഇമ്പ്രൂവ്മെൻറ്റ്, അതൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ്. ഫുമിഗേഷനെ കുറിച്ച് ഇത്രത്തേനോട് പറയാനുള്ളത്, വല്ലാതെ പറയാനുള്ള. നമുക്ക് ഫീ സ്ട്രക്ചറിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ഫീ സ്ട്രക്ചർ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചൊരു കാര്യമാണ് ഫീ സ്ട്രക്ചർ അല്ലെങ്കിൽ എക്സ്പെൻസസ്. ഞാൻ ഈ ഒരു മന്തിൽ എൻ്റെ ഒരു എക്സ്പെൻസസ് പറയുകയാണെന്ന് വെച്ചെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു മന്തിൽ ഹബിൻ്റെ റെൻറ്റ് കൊടുത്തിട്ടുണ്ട്. 4000 രൂപയാണ് ഹബിൻ്റെ റെൻറ്റ്. ഇനി പുതുതായി പ്രോട്ടോടൈപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇനി അങ്ങോട്ട് 5000 രൂപയായിരിക്കും ഹബിൻ്റെ റെൻറ്റ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഹോസ്റ്റൽ, ഞാനിപ്പോൾ ഹോസ്റ്റലാണ് നിൽക്കല്. ഹോസ്റ്റൽ 2000 രൂപ ഹോസ്റ്റൽ റെൻറ്റ് ഉണ്ട്. പിന്നെ ഫുഡ് ഞാൻ മെസ്സിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഫുഡ് 2500 രൂപ മാസം അതുമുണ്ട്. അപ്പോൾ ഹബിന് 4000, ഫുഡിന് 2500, ഹോസ്റ്റലിന് 2000. ഇതൊക്കെയാണ് അതർ ചിലവുകൾ വരുന്നത്. പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ ചായ കൂടി എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഡെയിലി ചായ കുടിക്കേണ്ടി വരും. അതിനുള്ള എക്സ്പെൻസൊക്കെ നിങ്ങൾ വേറെ കരുതേണ്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു മന്തിൽ എക്സ്പെൻസാണെന്ന് പറയുന്നത്. പിന്നെ ഫീ സ്ട്രക്ചർ പറയുകയാണെന്ന് വെച്ചെങ്കിൽ, ഫീ സ്ട്രക്ചർ ഞാൻ ആൾറെഡി ഈ ഫുമിഗേഷൻ്റെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഫീ സ്ട്രക്ചറും അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. സോ ഫീ സ്ട്രക്ചർ പറയുകയാണെന്ന് വെച്ചെങ്കിൽ, അപ്പ് ഫ്രണ്ട് ആണെങ്കിൽ നിങ്ങൾ 1.5 ലാക്ക് പ്ലസ് GST, അതിൽ ഡിസ്കൗണ്ട് ആളുണ്ട്, അപ്പ് ഫ്രണ്ടിൽ ഡിസ്കൗണ്ട് ആളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഫീ സ്ട്രക്ചറിനെ കുറിച്ച് അറിയണം, അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുമ്പോൾ ഫീ സ്ട്രക്ചറിനെ കുറിച്ച് ധാരാളം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ആയിട്ട് ഞാൻ പിൻ ചെയ്തിട്ട് എൻ്റെ നമ്പർ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതി, കോൾ ചെയ്യേണ്ട. മെസ്സേജ് അയച്ചാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഫീ സ്ട്രക്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാവുന്നതാണ്. പിന്നെ അതായത് 7 മന്ത് കോഴ്സുണ്ട്, 1 ഇയർ കോഴ്സുണ്ട്. അതിനൊക്കെ ഫീ വ്യത്യാസം വരുന്നുണ്ട്. 7 മന്ത് കോഴ്സിനാണെങ്കിൽ 1.5 ലാക്ക് പ്ലസ് GST പറഞ്ഞല്ലോ. ഇനി 1 ഇയർ കോഴ്സിനാണെങ്കിൽ അത് കൂടും, 1.8 സംതിങ് ലാക്ക് പ്ലസ് GST ആണ് എന്ത് വരുന്നത്, വൺ ഇയർ കോഴ്സിന് വരുന്നത്. 1 ഇയർ കോഴ്സ് ഏതൊക്കെയെന്ന് വെച്ചാൽ ഡാറ്റ സയൻസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. അത് എനിക്ക് കറക്റ്റ് അല്ല, ഡീറ്റെയിൽസൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് വേറെ ഞാൻ കമൻറ്റ് ചെയ്ത് വെച്ചാൽ മതി. അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്യാവുന്നതാണ്. പിന്നെ ഫീ സ്ട്രക്ചറിനെ കുറിച്ച് മറ്റു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ, ഫീ സ്ട്രക്ചർ നിങ്ങൾക്ക് അപ്പ് ഫ്രണ്ട് ആയിട്ട് അടക്കാം, EMI ആയിട്ട് അടക്കാം, ISC ആയിട്ട് അടക്കാം. ISC എന്ന് വെച്ചാൽ ഇൻകം ഷെയറിങ്, അല്ലെങ്കിൽ PAP, പേ ആഫ്റ്റർ പ്ലേസ്മെൻറ്റ്. അപ്പോൾ പേ ആഫ്റ്റർ പ്ലേസ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫുമിഗേഷനിൽ നിങ്ങൾ QA പാസ്സാവണം. അപ്പോൾ പലരും QA എന്താണെന്ന് ചോദിച്ചു. QA എന്താണെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം. QA എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഫുമിഗേഷൻ 3 റൗണ്ട് പാസ്സായി, അതായത് യൂപ്സ് റൗണ്ട്, അതുപോലെ കോഡിംഗ് റൗണ്ട്, അതുപോലെ കമ്മ്യൂണിക്കേഷൻ റൗണ്ട്, ഈ 3 റൗണ്ടും പാസ്സായി കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു QA റൗണ്ട് കൂടി ഉണ്ടാവും. ഈ QA റൗണ്ട് കൂടി പാസ്സായാൽ മാത്രമേ നിങ്ങൾ PAPക്ക് എലിജിബിൾ ആവുള്ളൂ. അപ്പോൾ QA റൗണ്ട് എന്ന് പറയുന്നത് ഈ 3 റൗണ്ടിൻ്റെ ഒരു മിക്സ് ആയിരിക്കും, കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള മിക്സ് ആയിരിക്കും ഈ QA റൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനത് അറ്റൻഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്കത് എങ്ങനെയെന്ന് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ അപ്പ് ഫ്രണ്ടാണ് ഫീ അടച്ചിട്ടുള്ളത്. അപ്പോൾ അത് കൂടി എലിജിബിൾ ആയാൽ മാത്രമേ നിങ്ങൾ PAPക്ക് എലിജിബിൾ ആവുള്ളൂ. ഈ PAPക്ക് എലിജിബിൾ ആയാലും കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഈ PAPക്ക് എലിജിബിൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ 2 ഓപ്ഷൻ ഉണ്ട്. PAP, അതായത് ജോലി കിട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾ അപ്പ് ഫ്രണ്ട് അടക്കുക, ജോലി കിട്ടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അപ്പ് ഫ്രണ്ട് അടക്കുക. അപ്പോൾ ഏകദേശം 1.8 ലാക്സ് പ്ലസ് GST പ്ലസ് ആ 15,000 റുപ്പീസ്, അത്രയൊക്കെയാണെന്ന് ഒരു കണക്ക് പ്രകാരം എനിക്ക് കറക്റ്റ് ഡീറ്റെയിൽ അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ കറക്റ്റ് ഡീറ്റെയിൽ പറഞ്ഞുതരാം. പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻകത്തുനിന്ന് ഇൻകം ഷെയറിങ്, അതായത് നമ്മുടെ ഇൻകത്തിൻ്റെ 20% എല്ലാ മാസവും കൊടുക്കുക. അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. പക്ഷേ അത് 3 ലാക്ക് ആവണ വരെ, 3 ലക്ഷം ആവണ വരെ അത് കൊടുക്കേണ്ടി വരും. അതാണ് ഈ ഇൻകം ഷെയറിൻ്റെ പ്രത്യേകത. അപ്പോൾ ഫീ സ്ട്രക്ചറിനെ കുറിച്ച് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ പറയാനുള്ളത്. അത് കൂടുതലായിട്ട് നിങ്ങൾക്ക് എക്സ്പെൻസിനെ കുറിച്ചും ഫീ സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ പ്രോട്ടോടൈപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് എന്തൊക്കെ എക്സ്പെൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓഫ് കോഴ്സ് പ്രോട്ടോടൈപ്പ് വളരെ എക്സ്പെൻസീവ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം, എൻ്റെ ലിങ്ക്ഡിൻ, എൻ്റെ ട്വിറ്റർ എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതിലും ആണെങ്കിലും മെസ്സേജ് അയക്കുക. ഇതിൽ മെസ്സേജ് അയച്ചാലും ഞാൻ റിപ്ലൈ തരുന്നതാണ്. വാട്സപ്പിൽ മെസ്സേജ് അയക്കണം, അതായത് നമ്പറിൽ കോൾ ചെയ്യാൻ പാടില്ല, മെസ്സേജ് അയക്കണം. അപ്പോൾ ഞാൻ റിപ്ലൈ എന്തായാലും തരും. കോൾ ചെയ്താലും കുഴപ്പമില്ല, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഫീസിനെ കുറിച്ചും ഫുമിഗേഷനെ കുറിച്ചും 1 മന്തിനെ കുറിച്ചും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു ഊഹം പറയുന്നത്. ഇനി ഇമ്പ്രൂവ്മെൻറ്റ് സെക്ഷൻ, ഓഫ് കോഴ്സ് ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എനിക്കുള്ള ഘടകം, ഇമ്പ്രൂവ്മെൻറ്റ്. എനിക്ക് ധാരാളം ഇമ്പ്രൂവ്മെൻറ്റ് ഈ ഒരു 1 മന്തിൽ ഉണ്ടായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി. അതെ, ഞാൻ വളരെ ലേസി ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു. ഇപ്പോൾ കൺസിസ്റ്റൻസി കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ രാവിലെ 9 മണിക്ക് ഹബ്ബിൽ കയറിയാൽ രാത്രി 10 മണിക്ക് ഇറങ്ങുള്ളൂ. അപ്പോൾ എനിക്ക് കൺസിസ്റ്റൻസി ചോദിക്കും. പിന്നെ പോയി റൂമിൽ പോയിട്ട് ഉറങ്ങുക, പിന്നെ വീണ്ടും വരിക. ഈ ഒരു കൺസിസ്റ്റൻസി ഞാൻ കീപ്പ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതായത് ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് രാവിലെ 9 മണിക്ക് തന്നെ ഹബ്ബിൽ റീച്ച് ചെയ്യുന്നുണ്ട്. 10 മണി കഴിയാതെ ഞാൻ ഹബ്ബിൽ നിന്ന് ഇറങ്ങാറുമില്ല. അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസി നല്ല രീതിക്ക് തന്നെ ബിൽഡായി വന്നിട്ടുണ്ട്. ഇത് നല്ല രീതിക്ക് കൺസിസ്റ്റൻസി ഈസ് ദ കീ ടു സക്സസ് എന്ന് കേട്ടിട്ടില്ലേ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൺസിസ്റ്റൻസി നിങ്ങൾ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ എനിക്ക് നല്ല രീതിക്കുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, ഈ കൺസിസ്റ്റൻ്റ്ലി ആറ് വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള അഡാപ്റ്റബിലിറ്റിയാണ്. ഞാൻ എത്ര ആയാലും ഒരു എവിടേക്കെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴും വീട്ടിലോട്ട് എത്തണം അങ്ങനത്തെ ഒരു മനോഭാവമുള്ള ആളാണ്. അഡാപ്റ്റബിലിറ്റി കമ്മി ആയിട്ടുള്ള ആളാണ്. പക്ഷേ ഈ പ്രോട്ടോടൈപ്പിൽ വന്നതിന് ശേഷം അത് മാറി. അതായത് ഞാൻ അഡാപ്റ്റ് ആയി അവിടെ. ഓഫ് കോഴ്സ് ടൈമില്ല നമുക്ക്.
രാവിലെ 9 മുതൽ 10 മണി വരെ ഇരുന്നാൽ വേറെ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ ടൈമില്ല, പേരനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ ടൈമില്ല. പിന്നെ നേരെ പോയി ഹോസ്റ്റലിൽ പോയി ഉറങ്ങാതെ അത് അഡാപ്റ്റ് ആയി കഴിഞ്ഞു ഞാൻ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എവിടെ പോയാലും ഇപ്പോൾ അഡാപ്റ്റ് ആവും. ആ ഒരു അഡാപ്റ്റബിലിറ്റീൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് പറയാനുള്ളത് ഇംഗ്ലീഷ്. ഓഫ് കോഴ്സ് ഇംഗ്ലീഷ് നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഡെയിലി കമ്മ്യൂണിക്കേഷൻ സെഷൻസ് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ സെഷൻസ് എന്ന് പറയുകയാണെന്ന് വെച്ചാൽ നമുക്ക് 6 ദിവസമാണ് ഒരു വീക്കിൽ നമുക്ക് വർക്കിംഗ് ഡേ ആയിട്ടുള്ളത്. ഈ 6 ദിവസത്തിൽ 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 2 ദിവസം നമ്മളൊരു ബാച്ചിൽ ഒരു കോർഡിനേറ്റർ നിയമിക്കും. എല്ലാ മാസവും ഒരു കോർഡിനേറ്റർ നിയമിക്കും. ഈ കോർഡിനേറ്റർ 2 ദിവസം കണ്ടക്ട് ചെയ്യണം. അതിപ്പോൾ തിങ്കളാഴ്ചയും ശനിയാഴ്ചയാണ് കോർഡിനേറ്റർ കണ്ടക്ട് ചെയ്യുന്ന കമ്മ്യൂണിക്കേഷൻ സെഷൻസ്. ഓഫ് കോഴ്സ് അത് ഇംഗ്ലീഷിലായിരിക്കും. പിന്നെ രണ്ടാമത് പറയുന്നത് അവിടെയുള്ള ഒരു അവിടെയുള്ള ഒരു ട്രെയിനർ ഒരു 2 ദിവസം കമ്മ്യൂണിക്കേഷൻ സെഷൻ ട്രെയിനർ കണ്ടക്ട് ചെയ്യും. അതും ഇംഗ്ലീഷിൽ തന്നെ. ഓഫ് കോഴ്സ് കമ്മ്യൂണിക്കേഷൻ സെഷൻ ഒക്കെ ഇംഗ്ലീഷിലായിരിക്കും. പിന്നെ 2 ഗൂഗിൾ മീറ്റ് വഴി നമ്മൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സെഷൻ മുഖാന്തരം ഇംഗ്ലീഷ് മാത്രമല്ല നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആവുക, നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ആവും, സ്റ്റേജ് ഫിയർ ഒഴിവായി കിട്ടും. അങ്ങനെ നമ്മൾ എല്ലാവരോടും ഒന്ന് ഇടപഴകുമ്പോൾ തന്നെ നമുക്കൊരു കംഫർട്ട് സോണായി മാറും. എല്ലാ സോണും കംഫർട്ട് സോണായി മാറും. ഓഫ് കോഴ്സ് ഈ ഒരു 3 ഇമ്പ്രൂവ്മെൻറ്റ് വളരെ നല്ല രീതിക്ക് തന്നെ എനിക്ക് എന്താ പറയുക ആയിട്ടുണ്ടെന്ന് പറയണമല്ലോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇനി വലുതാക്കുന്നില്ല. 4 കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു. ഒന്ന്, നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് പറഞ്ഞു, ഫീ സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞു, എക്സ്പെൻസ് ആൻഡ് ഫീ സ്ട്രക്ചറിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഫൊമിഗേഷനെ കുറിച്ച് പറഞ്ഞു, പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ 1 മന്ത് ഈ പ്രോട്ടോടൈപ്പിൽ കംപ്ലീറ്റ് ആക്കിയല്ലോ അതിനെക്കുറിച്ച് പറഞ്ഞു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞ കാര്യങ്ങളുണ്ട്, അതിൽ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക. ഒപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കമൻറ്റ് ചെയ്യലാണ് മെയിൻ. നിങ്ങൾക്ക് എന്തൊക്കെ വേണോ അതൊക്കെ കമൻറ്റ് ചെയ്താൽ ഞാൻ അതിനനുസരിച്ച് റിപ്ലൈ തരും, അതിനനുസരിച്ച് വീഡിയോസ് ചെയ്യും. താങ്ക് യു.